ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് വെറും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ അയക്കാനൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഇന്നത്തോടെ എല്ലാവരും നമ്മൾ അയക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ഡിലേ ആയവരോട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിൽ അയച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ആദ്യം ഉമ്മാനായിട്ട് പോയി, അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉപ്പാനായിട്ട് പോയി, അങ്ങനെയൊക്കെ ആയിട്ട് 2-3 ദിവസങ്ങൾ അങ്ങനെ തന്നെ പോയി. ഉണ്ടായിരുന്ന പൈസയും കാര്യങ്ങളൊക്കെ അങ്ങനെ തീർന്ന്. അപ്പോൾ ഒരുപാട് പേരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടുന്നാണ് ഇങ്ങനെ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കണതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 ആളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ വില കുറഞ്ഞിട്ട് എവിടെയാണ് കിട്ടണത് വെച്ചെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ എടുക്കും. മെയിനായിട്ട് നമുക്ക് പൈസ കുറേശ്ശെ കൊടുത്തിട്ട് നമുക്ക് അയച്ചു തരുന്നത് 2 പേരാണ്. അപ്പോൾ ഒന്ന് എൻ്റെ ഒരു പാർട്ട്ണറാണ്. അപ്പോൾ ആ ആൾ അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ആളാണ് അവിടെ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ ഉള്ളതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേറൊരാളെ നിന്ന് നമ്മൾ ഇറക്കുന്നുണ്ട്. അതും അതെ, നമ്മൾ ഇത്ര പൈസക്ക് എടുത്തെന്ന് കഴിഞ്ഞാൽ അതും അവർ നമ്മളെ ഇറക്കി തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ആൾക്കും കൊടുക്കുകയാണ്. അപ്പം ഇത് നമ്മളൊന്നും അറിയണ്ട. അപ്പം ഈ ആളുടെ കയ്യിലില്ലാത്ത ആളുടെ കയ്യിൽ നിന്നും ആ ആളുടെ കയ്യിലില്ലാത്തത് ഈ ആളുടെ കയ്യിൽ നിന്നൊക്കെ ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്നാണ് സാധനം വാങ്ങണമെന്നുള്ളത്. അപ്പോൾ ഇല്ലാത്തത് നമ്മൾ ഈ ആളുടെ കയ്യിൽ നിന്നും ഈ ആളുടെ കയ്യിലില്ലാത്തത് ആളുടെ കയ്യിൽ നിന്ന്, അങ്ങനെ 2 ആളെയാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇനി മുന്നത്തെ ആൾക്ക് കുറച്ച് ബാലൻസ് കൊടുക്കാണ്ട് ഈ ആൾ പിന്നെ നമ്മളെ പാർട്ട്ണറിലെ ഒരാൾ അത് അവർ ഡീൽ ചെയ്തോളും. നമ്മളുള്ളതിനനുസരിച്ചിട്ട് അവർക്ക് വിറ്റ് കഴിഞ്ഞതിന് ശേഷം കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പറയാനുള്ളത്, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളൊന്നും കാണിക്കാതെ ഇരുന്നത്. ഇതിൻ്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പിലില്ലാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ 500 സാറ്റിൻ ബോ ആണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്സഡായിട്ട് അപ്പം അത് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ ഞാൻ പൊട്ടിക്കാനിത് പൊട്ടിക്കുകയൊക്കെ ചെയ്ത്, പിന്നെ കുറേയൊക്കെ ഞാൻ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് സാറ്റിൻ ബോ. ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വെച്ച്, ഇനി നമ്മളങ്ങോട്ട് പാക്ക് ചെയ്യാതിരുന്നാൽ പിന്നെ ഇതൊന്നും ഇങ്ങനെയല്ല, ഒക്കെ അങ്ങോട്ട് പരക്കും. അപ്പം എങ്ങനെ എന്താണെന്നൊക്കെ അറിയില്ല. ഇപ്പം ഞാൻ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സെൻറ്റർ ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലുതും ചെറുതൊക്കെ ഒരുപാട് പേര് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറുത് വേണമെന്ന് പറഞ്ഞവർക്ക് നമ്മൾ ഈ ഒരു തന്നെയാണ് വെച്ച് കൊടുക്കുക. പിന്നെ അവരോട് വിവരം ചോദിച്ചിട്ട് വേണം അവരോട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ. ഇപ്പോൾ സെൻറ്റർ ക്ലിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഗ്ലാസ് ബീഡ്സ് വന്നിട്ടുണ്ട്. ഇതല്ല, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് 1/2 കിലോൻ്റെ പാക്കറ്റാണ്. ഇതിങ്ങനെ ഫുള്ളായിട്ടൊരു പാക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ 380 രൂപയാണ് വരിക. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് ബീഡ്സിൻ്റെ 1/2 കിലോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പാക്കറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തരും. പിന്നെ വന്നിട്ടുള്ളത് എന്താ, ഈ ഷീറ്റ്, ബോക്സ് ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് നമ്പർ വേറൊരു നമ്പറാണ്. അപ്പോൾ അത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ്. ഇതിൻ്റെയൊക്കെ കിറ്റൊക്കെ ഞാൻ ചെയ്യാം, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളതാണ് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ്. 3mm ആണോ 4mm 3mm തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഷീറ്റ്, ഗ്ലാസ് ഷീറ്റ്.
കുറൊക്കെ ഇതിൽ പൊട്ടി പോയിക്കണം. പിന്നെ ഫ്ലവർ കണ്ട, ബിഗ് ഫ്ലവർ ഇട്ടാ. ബിഗ് ഫ്ലവർ. കുറൊക്കെ ഇതിൽ പോയിക്കണം. പിന്നെ സിൽവർ ബോയും പിന്നെ റോസ് ഗോൾഡിൻ്റെ ഈ ഒരു ബോയും. ഗോൾഡൻ ബോ എവിടെയും കിട്ടാനില്ല. അതാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിലേ ആയത്. ഓരോരുത്തരും ഇതും അയക്കാൻ തന്നെ ഡിലേ ആയത് എന്താ, ഈ ഗോൾഡൻ ബോ കിട്ടാത്ത കാരണമാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഇത് ബട്ടർഫ്ലൈ. കണ്ട, ബട്ടർഫ്ലൈ ആണ് പിന്നെ വന്നിട്ടുള്ളത്. അതിൻ്റെ യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു റോസ് കളറുണ്ട്. അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതിൻ്റെ ഒരു കണ്ട 500 പീസൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഐറ്റംസാണ് ഈ വെൽവെറ്റിൻ്റെ ഈ ഒരു റോസ്, ചെറിയ റോസ്. ഇതിപ്പോൾ മൂവിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസാണ് ഇപ്പോൾ ഇത്. കണ്ട, അടുത്ത് വന്നിട്ടുള്ളതാണ്, പൊട്ടിപ്പോയി, ഈ ഒരു സ്റ്റോൺ. കണ്ട സ്റ്റോണ്. പിന്നെ വന്നിട്ടുള്ളതാണ് ഹാർട്ട് ഷേപ്പിലുള്ള മിക്സഡ് ആയിട്ടുള്ള ബീഡ്സ്. അതിൻ്റെ തന്നെ 2 പാക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് ബട്ടർഫ്ലൈ. ഒക്കെ പൊട്ടിയിരിക്കണേ. കണ്ട, ഈ ഒരു മോഡല് ബട്ടർഫ്ലൈ ഞാൻ കാണിച്ചു തരാം. കണ്ട, ഈ ഒരു മോഡല് ബട്ടർഫ്ലൈ. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ സ്റ്റോൺ ബീഡ്. അതിൻ്റെ സ്കൈ ബ്ലൂ ഉണ്ട്, പിന്നെ അതിൻ്റെ റോസ് ഉണ്ട്, പിന്നെ അതിൻ്റെ യെല്ലോ ഉണ്ട്, പിന്നെ അതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഉണ്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള റെഡ് ബീഡ്. പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് ബീഡ്. പിന്നെ ഇതാ ഈ ഒരു സംഭവം, ഇതൊക്കെ പൊട്ടിക്കെടുക്കുക. ഇതാണ് സ്റ്റോണിൻ്റെ ഒരു പുതിയ ഐറ്റംസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കിറ്റ് നമ്മൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടുള്ള ഹെയർ ബാൻഡ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴാണ് ഓരോന്നും നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യണതാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടുള്ളൂ. കണ്ട, കുറൊക്കെ ഇതിൽ പോയിട്ട് കിടക്കുകയാണ്. ആകെ അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നേ. കണ്ട, ഈ ഒരു മോഡലാണിത്. കണ്ട,
പിന്നെ വന്നിട്ടുള്ളതാണ് ഈ സ്റ്റോൺ കണ്ട, സിൽവറിൻ്റെ സ്റ്റോൺ ചെയിൻ. പിന്നെ കുറേയൊക്കെ ഞാൻ ഇന്നലെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് കവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ കണ്ട, ഇതൊക്കെ ഞാൻ നല്ല പൊട്ടിയ കാരണപ്പോഴേ വേഗം പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോൺ, ഈ ഒരു സ്റ്റോൺ കണ്ട. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ, നല്ല റേറ്റാണിത്. ഇതൊക്കെ ഞാനിവിടെ അടുത്ത് ഞാൻ പോയിട്ട് വാങ്ങാറുള്ള ഒരു കട ഉണ്ട്, ആ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇട്ടത് കണ്ട, സ്റ്റോൺ. ഞാൻ ഏതായാലും ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെച്ചേ ഉള്ളൂ. പിന്നെ ബിയർ വയർ, പിന്നെ മറ്റേ സംഭവം ഗിയർ ലോക്ക്, പിന്നെ റോസ് ഗോൾഡിലും സിൽവറിലും ഗോൾഡിനും വരുന്ന ആലിഗേറ്റർ ക്ലിപ്പൊക്കെ ഒരേ സൈസാണ് കേട്ടോ. ചെറുത് പറഞ്ഞിട്ടൊരു സൈസൊന്നുമില്ല, ഒക്കെ ഒരേ സൈസാണ് വരുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ഫ്ലവറും കൂടെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഫ്ലവറും ഉണ്ട്, അത് പിന്നെ ലോക്കറ്റ് ഉണ്ട്, ഈ ഫ്ലവർ ഉണ്ട്, പിന്നെ കളർ ആലിഗേറ്റഡ് സ്റ്റോണ്, പിന്നെ ആ സ്റ്റോണ്. അപ്പം ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മൾ കാറ്റലോഗ് നമ്പർ ഈ വാട്സപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.